ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മാത്സിൻ്റെ റിവിഷൻ സീരീസിലെ 5ാമത്തെ ക്ലാസ്സാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കാണുക. ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. യെസ്, അറിയാവുന്നവർ ചെയ്ത് പൊക്കോളൂ. ഇതൊരു ബോട്ട് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി ബോട്ട് ആൻഡ് സ്ട്രീംസിൽ 2-3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ. അപ്പോൾ നമുക്കിതെങ്ങനെ നോക്കാം. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 5 km/h. It is found that the boat takes thrice as much time to row up than to row down. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യമേ ബോട്ടിൻ്റെ സ്പീഡ് അവർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു കണ്ടീഷനും പറയുന്നുണ്ട്. സോ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തപ്പോൾ അവരവിടെ സ്പീഡിൻ്റെ റിലേഷനായിരുന്നു കണ്ടീഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും തമ്മിലുള്ള റിലേഷനായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താ? ബോട്ട് ടേക്സ് ത്രൈസ് as മച്ച് ടൈം ടു റോ എന്നല്ലേ പറയുന്നത്. സോ ടൈമിൻ്റെ റിലേഷനാണ്. ഇപ്പം അപ്പ് സ്ട്രീം ടൈമും ഡൗൺ സ്ട്രീം ടൈമും തമ്മിലുള്ള റിലേഷനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എത്രയാണ് പറയുന്നത് അവർ? ത്രൈസസ് ടൈം എന്നല്ലേ പറയുന്നത്. സോ ഡൗൺ സ്ട്രീം ടൈം 1 ആണെങ്കിൽ അപ്പ് സ്ട്രീം ടൈം എത്ര ആയിരിക്കും? 3 ആയിരിക്കും. 3 ഇരട്ടി ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ പറ, സ്പീഡും ടൈമും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേഷൻ അല്ലേ? സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതിക്കൂടെ അപ്പ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും തമ്മിലുള്ള റിലേഷൻ? 3:1 ആണ് ടൈമിൻ്റെ റേഷ്യോ എങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ത് വരും? 1:3 വരും. ഓക്കെ, ഇതിൽ അകത്തൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. എങ്കിൽ ഇവർ ഈ ക്വസ്റ്റ്യനിൽ എന്തോ പറയുന്നുണ്ട്, സ്പീഡ് ഓഫ് ദി ബോട്ട്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബോട്ടിൻ്റെ സ്പീഡ് എന്തായിരുന്നു? ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്ട്രീം സ്പീഡും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. കറണ്ടിൻ്റെ ആണെങ്കിലോ അപ്പ് സ്ട്രീമും ഡൗൺ സ്ട്രീമും കൂടെ കുറച്ചിട്ട് പകുതി എടുക്കണം. ഇത് നമ്മൾ കണ്ടായിരുന്നു, ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ആണെങ്കിൽ ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് എന്തായി റേഷ്യോ വെച്ച് വരേണ്ടത്? 1:3 കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. അപ്പോൾ 1:3 4:2 അല്ലേ? 4:2 2 ആണ് ബോട്ടിൻ്റെ സ്പീഡ് വരേണ്ടത്. അത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5:1/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 15 16/3 km/h. സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെ 2 വന്നതെന്ന് ഞാൻ എഴുതണോ? വേണ്ടല്ലോ. 1:3 3:2 അപ്സ്ട്രീമിൻ്റെ സ്പീഡും ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും കൂടെ കൂട്ടിയിട്ട് ഈ ഇക്വേഷൻ വഴിയാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി റിവർ. ഇപ്പോൾ റിവറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് പകുതി എടുക്കണം. അപ്പോൾ 3:1 കുറച്ചിട്ട് പകുതി. ഇപ്പോൾ 2:2 കണ്ടുപിടിക്കേണ്ടത് 1 തന്നെ. മനസ്സിലായോ? ഇപ്പം സ്ട്രീമിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ 1 ആണ്. ഇപ്പോൾ 2 നമ്മുടെ കയ്യിൽ 16/3 ഉണ്ട്. അപ്പോൾ 1 എത്ര വരും? 16/6 അല്ലേ? നമുക്കതിനെ 8/3 എന്ന് എഴുതാം. 16/6 8/3 എഴുതാം. പക്ഷേ ഓപ്ഷനിൽ 8/3 ഇല്ലല്ലോ. നോക്കിക്കേ, ഇത് km/h ആണ്. ഓപ്ഷന് തന്നിരിക്കുന്ന എല്ലാം m/s. സോ km/h m/s ആക്കുന്നത് എങ്ങനെയാണ്? 5/18 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഇപ്പോൾ എന്ത് വരും? നമുക്ക് 8 അല്ലേ? 4 അതുപോലെ 9 വരും. യെസ്, അപ്പോൾ 20/27 m/s. നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? ഈ ഒരു റേഷ്യോ എഴുതി നമ്മൾ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. നമ്മൾ ഈ റേഷ്യോ എഴുതും 3:1. ഓക്കെ, അതുകൊണ്ട് 1/3 വരും. അവിടുന്ന് തന്നെ 2 നമ്മളിങ്ങനെ അങ്ങ് എഴുതും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ആവറേജ് ഓഫ് 15 നമ്പേഴ്സ് is 30 while the average of 13 of these numbers is 32. If the remaining 2 numbers are equal, then what is each of these 2 numbers? ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഇപ്പോൾ നമുക്കിത് ഡീവിയേഷൻ മെത്തേഡിലും ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം അല്ലാതെ ചെയ്യാം. സമ്മതിയുടെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം മൊത്തം 15 പേരുണ്ടല്ലേ? 15 പേര്, അവരുടെ ആവറേജ് 30 എന്നാണ് പറയുന്നത്. അപ്പം 30 ആവറേജ് ആയിട്ടുള്ള 15 പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സം എത്ര വരും? 15 പേർക്ക് 30 വെച്ച് എന്ന് പറയുമ്പോൾ 450 അവരുടെ ടോട്ടൽ സമ്മ്. ഓക്കെ, അങ്ങനെ സമ്മ് നമുക്ക് 450 കിട്ടി. ഇനി എന്ത് പറയുന്നത്? വൈൽ ദ ആവറേജ് ഓഫ് 13 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് 32. അപ്പോൾ ഈ മൊത്തം 15 പേരുണ്ട്. അതിൽ 13 പേരുടെ ആവറേജാണ് 32. അപ്പോൾ 13 പേരുടെ സം എത്ര വരും? 13 × 32 അല്ലേ? 13 × 32 എത്ര വരും? 26 2 39 416 അല്ലേ? 416 അല്ലേ? യെസ്. അപ്പോൾ 13 പേരുടെ സമ്മെന്ന് പറയുന്നത് 416, 15 പേരുടെ സമ്മെന്ന് പറയുന്നത് 450. അപ്പോൾ ബാക്കിയുള്ള 2 പേരുടെ സം എത്ര വരും? 450 416 കുറച്ചാൽ പോരെ? അപ്പം 4 34 ആയിരിക്കും ഈ ബാക്കി വരുന്ന 2 പേരുടെ സമ്മ്. 2 പേരും തുല്യമാണെന്നും ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. ഈച്ച് ഓഫ് ദീസ് 2 നമ്പേഴ്സ് എന്നല്ലേ പറയുന്നത്? 2 നമ്പേഴ്സ് ആർ ഈക്വൽ. 2 പേരും തുല്യമാണ്. അപ്പോൾ ഒരാളുടെ വാല്യൂ എന്ത് വരും? 17.
അല്ലേ? 2 പേരും കൂട്ടുമ്പോൾ 37 ആണെങ്കിൽ ഒരാളുടേത് 17 വരും. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് സം മെത്തേഡ് വെച്ച് ചെയ്യാം. ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഡീവിയേഷൻ മെത്തേഡും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 15 പേരുണ്ട്. ഇപ്പം ടോട്ടൽ 15 പേരുണ്ട്. ഓക്കെ, 15 പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും വാല്യൂ എത്ര വെച്ചാണെന്നാണ് പറയുന്നത്? 30 വെച്ചാണ് എല്ലാവർക്കും. സോ നമ്മൾ ഇതിൽ തന്നെ 13 പേരെടുക്കുന്നു. ആദ്യത്തെ 13 പേര്, അത് കഴിഞ്ഞിട്ടൊരു 2 പേരും കൂടെ ഉണ്ട്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്? ഈ 13 പേർക്ക് നമ്മളിപ്പോൾ ആവറേജ് എത്ര വെച്ച് കൊടുക്കുക? 30 വെച്ചായിരുന്നു നേരത്തെ. ഇപ്പം നമ്മൾ 32 വെച്ച് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? ആദ്യം 15 പേരുണ്ട്. ആ 15 പേർക്കും 30 വെച്ചാണ് ആവറേജ്, ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനായിട്ട് എടുക്കുക. ഈ 15 പേരിൽ 13 പേർക്ക് നമ്മൾ ആവറേജ് 32 ആക്കി കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് ആവറേജിൽ എത്ര കൂടി? നമ്മൾ ഡീവിയേഷനിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആവറേജിൽ എത്ര കൂടി എത്ര കുറഞ്ഞെന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ആവറേജിൽ 30 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടി, അല്ലേ? അങ്ങനെ എത്ര പേർക്ക് കൂടി? ഈ 13 പേർക്കും കൂടിയില്ലേ? 13 പേർക്കും 2 കൂടി, അങ്ങനെ 26 കൂടി ആവറേജിൽ. അപ്പോൾ ആദ്യത്തെ കേസ് വെച്ചാണെങ്കിൽ 30 വെച്ച് 15 പേർക്ക് ഇരിക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ നമ്മളൊരു 32 വെച്ച് 13 പേർക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആവറേജിൽ ഒരു 26 കൂടി. അങ്ങനെ വെറുതെ ആവറേജിൽ കൂടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കൂടിയ ആവറേജ്, ആ ഒരു ചേഞ്ച് ആരാ അത് ബാലൻസ് ചെയ്യേണ്ടത്? ബാക്കി കിടക്കുന്ന 2 പേര്, അല്ലേ? അപ്പോൾ 26 കൂടിയത് ബാക്കി 2 പേരും കൂടെ കുറയ്ക്കണം. അപ്പോൾ 2 പേരും തുല്യമല്ലേ? അവരുടെ ആവറേജ് തുല്യമല്ലേ? അപ്പം ഒരാൾ എത്ര വെച്ച് കുറച്ചാൽ മതി? 13 വെച്ച് കുറച്ചാൽ പോരെ? 13 വെച്ച് ഓരോരുത്തർ കുറയ്ക്കണം. അപ്പം ടോട്ടൽ അവരുടെ 30 ആവറേജ്. അതിൽ നിന്ന് ഈ 13 കുറയ്ക്കുമ്പോൾ എത്ര വരും? 30 - 13 17 വരത്തില്ലേ? അങ്ങനെ നമുക്ക് കിട്ടത്തില്ലേ ആവറേജ്? അവരുടെ എത്ര ആയിരുന്നു? 17 അല്ലായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഇതാണ് ഡീവിയേഷൻ മെത്തേഡ്. ഡീവിയേഷൻ മെത്തേഡിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഡീവിയേഷൻ വെച്ച് ചെയ്യാവുന്ന ഒത്തിരി ക്വസ്റ്റ്യൻ ഇനിയും വഴിയേ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ സം മെത്തേഡ് പഠിച്ചാലും മതി. സം എടുത്ത് എങ്ങനെയായിരുന്നു? 15 പേർക്ക് 30 അപ്പോൾ 450 സം വരും. അപ്പോൾ അതിൽ 13 പേർക്ക് 32 വെച്ചെന്ന് പറയുമ്പം 416 വരെയായി. അപ്പോൾ ബാക്കി ഒരു 34 കൂടെ വരണം. ആ 34 ഈ 2 പേരുടെയാണ്. അപ്പോൾ ഒരാളുടേത് 17. സോ സം മെത്തേഡ് പഠിച്ചാലും മതി. ഓക്കെ, ഡീവിയേഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാം, വഴിയെ വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ് ലീനിയർ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തറവായിട്ട് പഠിച്ചതാണ്. എന്തുവരും എൻ്റെ ആൻസർ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാം. ഇവിടെ ഇതിനകത്ത് ഏതാണ് വരുന്നത്? മെനി സൊല്യൂഷൻ ആണോ, നോ സൊല്യൂഷൻ ആണോ, യൂണിക് സൊല്യൂഷൻ ആണോ വരുന്നത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ പറ, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 0.4, ഇവിടെ 0.3. നമുക്കത് 4/3 എന്നങ്ങ് എഴുതാം. സ്റ്റെപ്പ് എഴുതണ്ടല്ലോ. 0.4 ഡിവൈഡഡ് ബൈ 0.3 എന്ന് പറയുമ്പോൾ അത് 4/3 തന്നെയാണല്ലേ? 2 മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചാൽ 4/3 എന്ന് തന്നെ വരും. ഇനി വൈയുടെ കോഎഫിഷ്യൻറ്റ് പറ. 0.16, ഇവിടെ 0.12. അവിടെ എങ്ങനെ തന്നെയല്ലേ? 16/12 എന്ന് എടുത്താൽ മതി. അപ്പോൾ അത് 4 വെച്ച് കട്ട് ചെയ്യുമ്പം അവിടെ എന്ത് തന്നെ വരും? 4/3 എന്ന് തന്നെ വരും. അടുത്ത പറഞ്ഞോ. 1.7ഉം 3.4ഉം 17/34 1/2. അപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും സെയിം ആയി. പക്ഷേ സിയുടെ അല്ലെങ്കിൽ ഇസഡിൻ്റെത് സെയിം ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ എന്തോ നമ്മൾ പറഞ്ഞേ? പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ അത് കൂട്ടിമുട്ടത്തില്ല. അതുകൊണ്ട് സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. നോ സൊല്യൂഷൻ. നമ്മുടെ ഓപ്ഷൻ സി, നോ സൊല്യൂഷൻ. മെനി സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെ വരണം? ഇത് 3ഉം സെയിം ആവണം, അല്ലേ? 3ഉം സെയിം ആയിരുന്നെങ്കിൽ മെനി സൊല്യൂഷൻ ആയേനെ. പക്ഷേ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് മെനി സൊല്യൂഷൻ വരത്തില്ല. യൂണിക് സൊല്യൂഷൻ ആണെങ്കിലോ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും സെയിം ആവാൻ പാടില്ല. അപ്പോൾ അതും വരത്തില്ലല്ലോ. നമ്മുടെ ആൻസർ ഏതാണ്? നോ സൊല്യൂഷൻ. സോ ഇത് മനസ്സിലായവരെ കഴിഞ്ഞ ക്ലാസ് കണ്ടാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലായിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമോങ് PQRS in the proportion 4:9:2:3 if Q gets 560 more than R. ഓക്കെ, നമുക്ക് ആ റേഷ്യോ എഴുതാം. 4:9:2:3. പിയുടേത് ക്യൂ. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്കിവിടെ നോക്കി തന്നെ എഴുതാം. ഞാൻ പറയാൻ വേണ്ടി എഴുതുന്ന PQRS. അപ്പോൾ Q ഗെറ്റ്സ് 560 മോർ ദാൻ R. അപ്പോൾ ആറിനെക്കാട്ടിൽ 560 കൂടുതൽ ക്യൂവിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ റേഷ്യോ നോക്കിയാൽ തന്നെ ആറിൻ്റെ 2 റേഷ്യോ, ക്യൂവിൻ്റെ 9 റേഷ്യോ. എത്ര റേഷ്യോ കൂടുതലുണ്ട്? 7 റേഷ്യോ. അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത് 560 കൂടുതലുണ്ടെന്ന് പറയുന്നത്. നീ കണ്ടുപിടിക്കേണ്ട ആരെയാ? ഷെയർ ഓഫ് എസിൻ്റെ റേഷ്യോ ആരാ? 3 റേഷ്യോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. അപ്പോൾ നമ്മൾ നോക്കി, ഇവിടെ നിന്ന് തന്നെ നോക്കി, ക്യൂവും ആറും തമ്മിലുള്ളത് 7 റേഷ്യോ. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇപ്പോൾ 7 റേഷ്യോ ആണ് 560 എങ്കിൽ 1 റേഷ്യോ എത്ര വരും? 7×8 56. 80 അല്ലേ? 1 റേഷ്യോ 80 വരും. എങ്കിൽ 3 റേഷ്യോ എത്ര? 240.
80 × 3 240. നമ്മുടെ ഓപ്ഷൻ സി. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ബേസിക് കൺസെപ്റ്റ് ആയത് ക്ലിയർ ആയല്ലോ. PQRSൻ്റെ റേഷ്യോ എന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ പറയുന്ന കണ്ടീഷൻ അവിടെ നിന്ന് നോക്കിയെടുത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, എ മെർച്ചൻറ്റ് ഹാസ് 1000 kilo of sugar, part of which he sells at 10% profit and the rest at 40% profit. He gains 20% on the whole. The quantity sold at 40%. സോ ഇത് അലിഗേഷൻ വെച്ച് ചെയ്തുകൂടെ? നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം വീണ്ടും വീണ്ടും റിവിഷനാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് അതോടുകൂടി വിടുവല്ല. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലും ഇതേ ക്വസ്റ്റ്യൻസ് വാല്യൂ വേറെ ആക്കി നമ്മൾ ഇനിയും ചെയ്യും. അപ്പം വീണ്ടും വീണ്ടും റിവിഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് 1000 കിലോ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 10% പ്രോഫിറ്റിന് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. 10% പ്രോഫിറ്റ്. ബാക്കി എത്രയാണ്? 40% പ്രോഫിറ്റിനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 20% പ്രോഫിറ്റ് കിട്ടും. പറഞ്ഞോ, അലിഗേറ്റ് ചെയ്ത് തോന്നുന്നു. 20 - 40 - 20 20 20 - 10 10. ഇപ്പോൾ റേഷ്യോ കിട്ടിയല്ലോ, 2:1. അപ്പോൾ ഈ 2:1 ആണ് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ്. അപ്പോൾ കൂട്ടുമ്പോൾ 3 റേഷ്യോ ആണ് ഫുൾ ക്വാണ്ടിറ്റി. എത്ര ക്വസ്റ്റ്യൻ പറയുന്നത്? 1000 കിലോ. 3 റേഷ്യോ ആണ് 1000 കിലോ. അപ്പോൾ അവിടുന്ന് 1 റേഷ്യോ എത്ര വരും? 1000/3. എന്തായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 40% പ്രോഫിറ്റ്. 40% പ്രോഫിറ്റിന് കൊടുക്കുന്ന ക്വാണ്ടിറ്റി എത്ര തന്നെയാണ്? 1 റേഷ്യോ തന്നെയല്ലേ? അപ്പോൾ ഈ 1000/3 തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1000/3 എന്ത് വരും? 333. 1/3 എന്ന് വരത്തില്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി. ഇനി ചോദിച്ചിരിക്കുന്നത് 10% പ്രോഫിറ്റിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ × 2 കൂടെ വരും. അപ്പം 2000/3 വരും. ഓക്കെ, 666 2/3 എന്നുള്ള രീതി വരും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 40% ക്വാണ്ടിറ്റിയാണ്. ഓക്കെ അല്ലേ? അലിഗേഷനൊക്കെ അറിയാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിൾസിലെ ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ 2 കോഡ് MN ആൻഡ് PQ ഇൻ്റർസെക്റ്റ് ടു O. MO = 9 cm, ON = 5 cm, OQ. ഓക്കെ, നമുക്ക് ആ സർക്കിൾ അങ്ങ് വരയ്ക്കാം. 2 കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. 2 കോഡ് MN എന്ന് പറയുന്ന ഒരു കോഡും അതുപോലെ PQ എന്ന് പറയുന്ന കോഡും എത്രയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഓയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്. MOയുടെ വാല്യൂ 9 ആയിരിക്കും. അതുപോലെ ON എന്ന് പറയുന്നത് 5 cm ആണ്. അതുപോലെ OQ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 6 cm ആണ്. ചോദിച്ചിരിക്കുന്നത് OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾസ് നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഇതെങ്ങനെ ചെയ്യുന്നത്? 2 കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള റിലേഷൻ എന്തുവാ? ഇവിടെ നമുക്ക് ഇത് വെച്ച് പറയാം. MO എന്ന് പറയുന്നത് MO × ON എന്ന് പറയുന്നത് PO × OQ ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് M മുതൽ O വരെയുള്ള ആ കോഡ് അതേ ആ കോഡിൻ്റെ തന്നെ ബാക്കി ഡിസ്റ്റൻസ് O × N അല്ലേ? ON. അപ്പോൾ അത് 9 × 5 എഴുതി അങ്ങ് പോവാം. 9 × 5. അതുപോലെ PO എത്ര? X എന്ന് കൊടുത്ത് നമ്മൾ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, MO എന്ന് പറയുമ്പോൾ 9, ON എന്ന് പറയുമ്പോൾ 5, അതുപോലെ PO എന്ന് പറയുമ്പോൾ X, OQ എത്രയാണ്? 6. അപ്പോൾ 45/6 നമ്മൾ 3 വെച്ച് കട്ട് ചെയ്താൽ 15/2 7.5. നമ്മുടെ ഓപ്ഷൻ എ. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 7.5 എന്ന് വരും. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. PO തന്നെയാണോ ചോദിച്ചേക്കുന്നത്? ചിലപ്പോൾ PQ ഒക്കെ കയറി ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ 7.5ൻ്റെ കൂടെ 6 കൂടെ കൂട്ടണം. ഓക്കെ, 13.5 ആയിരിക്കും അപ്പോൾ വരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചോണം ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല, പക്ഷേ അത് ശ്രദ്ധിച്ചോണം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ ഇക്വേഷൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ് ഈ ടൈപ്പൊക്കെ. ഇതുപോലെ 2 ടൈപ്പുണ്ട്. കോഡും ടാൻജൻറ്റും ഒക്കെ വരുന്ന ടൈപ്പുകളുണ്ട്. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം, ഇപ്പോൾ പറയണ്ട. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വരുന്ന ഒരു ടൈപ്പല്ലേ ഇത്. മാർക്ക് ചെയ്ത് പഠിച്ചോണം കേട്ടോ. എ പോലീസ്മാൻ നോട്ടീസ് എ തീഫ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 500 meter. ദ പോലീസ്മാൻ സ്റ്റാർട്ടഡ് റണ്ണിങ് ആൻഡ് ദ തീഫ് ആൾസോ സ്റ്റാർട്ടഡ് റണ്ണിങ്. The thief is running at a speed of 15 km/h. It took 15 minutes for the policeman to catch the thief. Find the speed of the policeman. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താ? എ പോലീസ്മാൻ നോട്ടീസ് എ തീഫ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 500 meter. ഓക്കെ, പോലീസ്മാൻ ഇവിടെ നിൽക്കുന്നു, കള്ളൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ പോലീസ്മാൻ തീഫിനെ കണ്ടപ്പം എത്ര മീറ്റർ മുമ്പിലാണ്? 500 meter. 500 meter എന്ന് പറഞ്ഞാൽ 1/2 kilometer അല്ലേ? 0.5 നമുക്കെല്ലാം കിലോമീറ്ററിൽ എഴുതാം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട km/h. ഇവിടെ തീഫിൻ്റെ തന്നിട്ടുള്ളത് km/h. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം 500 meter എന്നുള്ളത് 1/2 kilometer എന്നങ്ങ് എഴുതാം. യെസ്. ഇനി ഇങ്ങനെയുള്ള കൺസെപ്റ്റിൽ എപ്പോൾ ഈ പോലീസ്മാൻ തീഫിനെ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴാണ് ഈ പോലീസ്മാൻ തീഫിനെ പിടിക്കും എന്ന് ചോദിക്കുമ്പോൾ
ഒന്നാലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവർ തമ്മിൽ 1/2 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇനി ഈ പോലീസ്മാൻ ഓടി ചെന്ന് തീഫിനെ പിടിക്കുമ്പോൾ തീഫ് അവിടെ വെറുതെ നിൽക്കുവാണോ? അല്ല, തീഫ് ഓടുന്നുണ്ട്. തീഫ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h എന്നാണ് പറയുന്നത്. സോ കള്ളനും 15 km/h കള്ളൻ ഓടുന്നുണ്ട്. അതേപോലെ പോലീസും അപ്പോൾ ഓടുന്നുണ്ടായിരിക്കുമല്ലോ. പോലീസിന് ഈ കള്ളൻ്റെ സ്പീഡിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കള്ളനെ പിടിക്കാൻ പറ്റൂ. ഇപ്പോൾ 15 km/h കൂടുതലുള്ളതായിരിക്കും നമ്മുടെ വാല്യൂ. ഓപ്ഷനിൽ സി വരത്തില്ല, ഡി വരത്തില്ല, എ വരത്തില്ല. ഏത് മാത്രമേ വരത്തുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ നമുക്കിതെടുക്കാം. മനസ്സിലായോ പറഞ്ഞത്? 15 km/h കൂടുതലാണെങ്കിലേ പോലീസ്മാനിന് കള്ളനെ പിടിക്കാൻ പറ്റൂ. ഇതൊരു PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ആൻസർ മാർക്ക് ചെയ്യാം. പക്ഷെ നമുക്കിത് കൺസെപ്റ്റ് തന്നെ പറഞ്ഞു പോവാം. എങ്ങനെ ഇത് വരുമെന്ന് നോക്കാം. ഓക്കെ, 17 തന്നെയാണോ വരുന്നത് നമുക്ക് നോക്കണ്ടേ? യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ എപ്പോൾ ഈ പോലീസ് കള്ളനെ പിടിക്കുന്നു ചോദിക്കുമ്പം ആ ടൈം, സാധാരണ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ അങ്ങനെ തന്നെ ഡിസ്റ്റൻസ് ബൈ, പക്ഷേ സ്പീഡല്ല എടുക്കേണ്ടത്, റിലേറ്റീവ് സ്പീഡ് വേണം എടുക്കാൻ. ഓക്കെ, രണ്ടുപേരും ഓടുമല്ലേ, രണ്ടുപേരും മൂവ് ചെയ്യുമല്ലേ. അപ്പോൾ ഒരാളുടെ മാത്രം സ്പീഡ് എടുക്കരുതല്ലോ, രണ്ടുപേരുടെയും കൂടെ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ എങ്ങനെ റിലേറ്റീവ് സ്പീഡ് എടുക്കും? രണ്ട് സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞോ, നമുക്ക് ചെയ്തു പോകാം. ടൈം ഇവിടെ എത്ര ടൈം ഇവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരാളുടെ സ്പീഡല്ലേ. അപ്പോൾ ടൈം എത്ര പറയുന്നത്? 15 മിനിറ്റ്. സോ നമ്മളെല്ലാം മണിക്കൂറിലോട്ട് മാറ്റുന്നതുകൊണ്ട് ഓക്കെ 15/60 എന്ന് കൊടുക്കാം. അപ്പോൾ അത് മണിക്കൂറിലായിക്കോളും. ടൈം കിട്ടി. ഈസിക്കലും ഡിസ്റ്റൻസും നമ്മൾ കിലോമീറ്ററിലാക്കിയിട്ടുണ്ട്. 1/2 കിലോമീറ്റർ 0.5 ബൈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ കുറയ്ക്കണം. ഇപ്പോൾ പോലീസ്മാൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാ, എക്സ് എന്ന് കൊടുക്കാം. കള്ളൻ്റെത് 15. ഓക്കെ അല്ലേ? ഈക്വേഷനകത്ത് ഇട്ട് കൊടുത്തത്, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതെന്ത് വരും? 15/60 എന്ന് പറയുമ്പോൾ 1/4 ഈസിക്കൽ ടു 0.5 / x - 15. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് എഴുതട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് x - 15 എന്ന് പറയുന്നത് എന്ത് വരും? 0.5 × 4 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വന്നു? ഈ 15 അപ്പുറം പോകും, -15 അപ്പുറം പോകുമ്പോൾ +15, അപ്പോൾ 17. ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? 15-നേക്കാട്ടി വലിയൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നോ? യെസ്. റിലേറ്റീവ് സ്പീഡ് വെച്ചും ചെയ്യാൻ അറിയാമല്ലോ. ഇനി 2 ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിലേറ്റീവ് സ്പീഡ് തന്നെ വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഇക്വേഷനകത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. നമുക്കിനിയും ചെയ്യാം. ഇതുപോലുള്ള പല ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കിനിയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ദ നമ്പർ 429714 ഈസ് ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഇതുപോലുള്ള ഒത്തിരി ചോദ്യം ചോദിക്കും. ഇതതിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നമ്പർ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുമായിട്ട് ഡിവൈഡ് ആവുന്ന ചോദ്യം CGയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തായാലും 5 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിലേ അവസാനത്തെ ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 ആവണം അല്ലേ? 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ 5, 10, 15, 20, 25 അങ്ങനെ പോകുമ്പോൾ അവസാനം 5 ആവും അല്ലെങ്കിൽ 0 ആവും. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും വരത്തില്ല. ഇനി അടുത്തത് 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. 4 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആവണം. 14 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പോൾ പിന്നെ അതും വരത്തില്ല. അപ്പോൾ ഇനി എന്തേ ഉള്ളൂ? 3ഉം 6 ഉള്ളൂ. 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഡിജിറ്റ് സം എടുത്താൽ മതി. 3 ആവുമെന്ന് നോക്കിയാൽ മതി. ഡിജിറ്റ് സം എടുത്ത് നോക്കാം. 9 ഒന്നും എടുക്കണ്ട. 7 2 കൂട്ടുമ്പോൾ 9 എടുക്കണ്ട. 4 4 8 9. യെസ്, ഡിജിറ്റ് സം വന്നത് 9. 9 വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 3 കൊണ്ടും ഡിവിസിബിൾ ആവും. 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്തായാൽ മതി? 3 കൊണ്ടും ഡിവിസിബിൾ ആവണം. അതുപോലെ 3 കൊണ്ട് ഡിവിസിബിൾ ആവണം, 2 കൊണ്ട് ഡിവിസിബിൾ ആവണം. 2 കൊണ്ട് ഡിവിസിബിൾ ആവണമെന്ന് കണ്ടോ? അപ്പോൾ 4 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4 ലാസ്റ്റിലത്തെ 4 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഇത് ഈ ഒരു ടൈപ്പിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നു. കാരണം 5 കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ബാക്കി ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ. ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യനാണ്. നമ്മളിതുവരെ ട്രിഗണോമെട്രി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് ചെയ്യാം. യെസ്. അപ്പോൾ ടാൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ എ പ്ലസ് കോസിക് എയുടെ വാല്യൂ ആണ്. ഓക്കെ, ഞാനിതൊരു ട്രയാങ്കിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ, അതൊക്കെ അറിയാമല്ലോ. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതുപോലെ കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. ടാൻ ആകുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് വരും. ഇനി ഇത് കൊസീക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് എന്ന് വരും. അതുപോലെ സീക്ക് ആകുമ്പോഴും ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്, കോട്ടാകുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കാം. ടാൻ എയുടെ വാല്യൂ 1/√10 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/√10 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എന്ത് വരും?
1ൻ്റെ സ്ക്വയറും √10ൻ്റെ സ്ക്വയറും കൂടെ എടുത്താൽ പോരെ. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, √10ൻ്റെ സ്ക്വയർ 10, അപ്പോൾ √11 വരും ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ. ചോദിച്ചിരിക്കുന്നത് സൈൻ എ പ്ലസ് കൊസീക്ക്. സൈൻ എ പ്ലസ് കൊസീക്ക്. കൊസീക്ക് ആര് തന്നെ 1/sin a അല്ലേ, ഇവിടെ പറഞ്ഞില്ലായിരുന്നോ? സൈൻ എയുടെ ഇൻവേഴ്സാണ് കൊസീക്ക്. അത് ഞാൻ എഴുതിയിട്ടില്ല, കുഴപ്പമില്ലല്ലോ. സൈൻ എയുടെ ഇൻവേഴ്സാണ് കൊസീക്ക്. അപ്പോൾ നമുക്ക് സൈൻ എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 1/√11 ആണ് സൈൻ എ. അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. 1/√11ൻ്റെ ഇൻവേഴ്സാണ് കൊസീക്ക്. അപ്പോൾ അത് √11 എന്ന് വരും. √11/1 ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ എന്ത് വരും? 1 + 11 12/√11 12/√11. നമ്മുടെ ഓപ്ഷൻ സി. ജസ്റ്റ് അത് ക്രോസ് ചെയ്തെടുത്ത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഡിസ്കൗണ്ട് ഓഫ് എ ബുക്ക് ഈസ് 30% ഓഫ് ദി SP ആൻഡ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽസ് ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ദെൻ ദ റേഷ്യോ ഓഫ് ദി ഡിസ്കൗണ്ട് ഓഫേർഡ് ടു ദ CP. ഓക്കെ, നമുക്കപ്പോൾ റേഷ്യോ എടുത്ത് നോക്കാം. CP/SP റേഷ്യോ MB നമുക്ക് റേഷ്യോ എടുക്കാം. അപ്പോൾ ഇവിടെ എപ്പോഴും ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴേ അത് മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് കൊടുക്കുന്ന അത് എത്രയാണെന്നാണ് പറയുന്നത്? ഡിസ്കൗണ്ട് ഓഫ് എ ബുക്ക് ഈസ് 30% ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് 100 കൊടുത്തു കഴിഞ്ഞാൽ ആ കുറച്ച് കൊടുക്കുന്ന വാല്യൂ 100ൻ്റെ 30% ആയിരിക്കണം. അപ്പോൾ 30 ആയിരിക്കും കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്ര വരും? 130 വരണ്ടേ? അപ്പോഴല്ലേ 30 രൂപ കുറച്ച് 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചിരിക്കുന്ന 30 കറക്റ്റ് SPയുടെ 30% ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കണ്ടീഷൻ നോക്കാം. ആൻഡ് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസ്കൗണ്ട് എത്രയായിരുന്നു? ഡിസ്കൗണ്ട് കൊടുത്തേ 30. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര വരും? അപ്പോൾ 30 രൂപ ഡിസ്കൗണ്ട് എത്രയിൽ? 130. കാരണം എപ്പോഴും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണക്കാക്കുന്നത് MBയിലാണ്. 30 രൂപയാണ് കുറച്ച് കൊടുത്തത്, അത് 130 എത്ര രൂപയാണ് കുറച്ച് കൊടുത്തത്? ഇതല്ലേ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? അപ്പോൾ ഇവർ പറയുന്നത് ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ്. എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അത് തന്നെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് പറയുന്നത്. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് പക്ഷേ കണക്കാക്കുന്നത് എവിടുന്നാണ്? CP എന്നാണ്. അപ്പോൾ 130 രൂപയാണ് CP എങ്കിൽ 30 രൂപ ഇവിടുത്തെ പ്രോഫിറ്റായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും തുല്യമാണെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 130, ആദ്യം നമ്മൾ 130 MB ആണെങ്കിൽ 30 രൂപ ഡിസ്കൗണ്ട് എന്നെടുത്ത്, അത് തന്നെയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അർത്ഥം? 130 CP ആവുകയാണെങ്കിൽ 30 രൂപ പ്രോഫിറ്റ്. അപ്പോൾ എത്ര വരും? SP 160 വരും. ഓക്കെ അല്ലേ? ഞാനിതങ്ങ് വായിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി CP/SP/MB റേഷ്യോ. നമുക്ക് CP 130 വന്ന് SP അതുപോലെ 100 160 ഇവിടെ 130. നമുക്കപ്പോൾ ഈ SP രണ്ടും സെയിം ആക്കി എടുക്കണം. ഒരെണ്ണം 100 ഒരെണ്ണം 160 കിടന്നാൽ പറ്റത്തില്ലല്ലോ. നമുക്ക് ഒറ്റ റേഷ്യോ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ 0 എല്ലാം കട്ട് ചെയ്ത് കളയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ 16ഉം 10ഉം എന്താക്കി മാറ്റി? 80 മാറ്റിക്കൂടെ നമുക്ക്? 80 എന്ത് ചെയ്താൽ മതി? 10നെ നമുക്ക് 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതുപോലെ 13നെയും 8 കൊണ്ട് ഗുണിക്കണം. 13 × 8 104. അതുപോലെ ഇവിടെ 16നെ നമ്മൾ 80 നമ്മൾ 5 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ അതുപോലെ 13നെ 5 കൊണ്ട്, ഈ രണ്ട് ടൈം ഇത് മൊത്തത്തിൽ 5 കൊണ്ട് ഗുണിക്കണം, ഇത് മൊത്തത്തിൽ 8 കൊണ്ട് ഗുണിക്കണം. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 80 ആവും, ഇവിടെ എത്ര വരും? 65 വരും. അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഡിസ്കൗണ്ട് ഓഫേർഡ് ടു ദ CP. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എത്ര ഡിസ്കൗണ്ട് കൊടുത്തത്? 104 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് കൊടുത്ത്. എത്ര രൂപ കുറച്ച് കൊടുത്ത്? 24. അതാണ് കൊടുത്ത ഡിസ്കൗണ്ട്. CP എത്രയാണ്? 65. അപ്പോൾ റേഷ്യോ എത്ര വരും? കൊടുത്ത ഡിസ്കൗണ്ട് ഈസ് ടു CP 65. ഓക്കെ, 65. അപ്പോൾ നമ്മുടെ വാല്യൂ 24:65 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂ 24:65. ഇതാണ് കൊടുത്ത ഡിസ്കൗണ്ട്, ഇതാണ് നമ്മുടെ CP. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. താങ്ക് യു.